ശബരിമല ദേവസ്വം ബോർഡ് ജീവനക്കാരും ദിവസവേതന ജീവനക്കാരും നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങൾ ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. കോടികളുടെ ഇടപാടുകളാണ് ജീവനക്കാർ നടത്തിയതെന്ന് വിജിലൻസ് കണ്ടെത്തി. നവംബർ 17 മുതൽ ഡിസംബർ 31 വരെ സന്നിധാനത്ത് വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിലൂടെ വൻതുക നിക്ഷേപിക്കപ്പെട്ടു. മാളികപ്പുറം മേൽശാന്തി നിക്ഷേപിച്ചത് 46.5 ലക്ഷം രൂപയാണ്. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. വിഷ്ണു, ഈ പണത്തിന്റെ ഉറവിടം എന്താണ്? വലിയ ക്രമക്കേട് നടന്നു എന്നാണോ വിജിലൻസ് കണ്ടെത്തുന്നത്? ഇതില്ല, കഴിഞ്ഞ തവണയാണ് ഈ ദേവസ്വം ജീവനക്കാരടക്കമുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ ദിവസവേതനക്കാരുടെയൊക്കെ സാമ്പത്തിക ഇടപാടുകളിൽ ചില ക്രമക്കേടുണ്ട് എന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ അടക്കമുള്ള ആളുകൾ ഹൈക്കോടതിയെ അറിയിച്ചത്. അതിന്മേലാണ് ദേവസ്വം വിജിലൻസിനോട് വിശദമായ അന്വേഷണം നടത്താൻ പറഞ്ഞത്. അതിൽ പ്രകാരം കഴിഞ്ഞ നവംബർ 17 മുതൽ ഡിസംബർ 31 വരെയുള്ള സന്നിധാനത്തെ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിലൂടെ വൻതുകയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന കണ്ടെത്തലുകളിലേക്ക് ഇപ്പോൾ ദേവസ്വം വിജിലൻസ് എത്തിയിട്ടുള്ളത്. അതിൽ SBA സന്നിധാനം ബ്രാഞ്ച് വഴി 1667 ഇടപാടുകളിലൂടെ 8 കോടിയിലേറെ രൂപ നിക്ഷേപിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം ധനലക്ഷ്മി ബാങ്കിലെ 942 ഇടപാടുകളിൽ 11.5 കോടിയോളം നിക്ഷേപിക്കപ്പെട്ടു എന്ന് പറയുന്നു. ഇതിലേക്ക് ഉറവിടം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് നിലവിൽ ഈ ദേവസ്വം വിജിലൻസ് ഉള്ളത്. ഒപ്പം തന്നെ 5ഓളം ജീവനക്കാർ, അതായത് താൽക്കാലിക ജീവനക്കാരടക്കമുള്ള 5ഓളം പേർ 25,000 രൂപ വീതം 1-2 ദിവസങ്ങൾക്കിടയിൽ തന്നെ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട്. ഇവരെ ഹാജരാകാൻ പറഞ്ഞിട്ട് ഇവർ ഇതുവരെ ഹാജരായിട്ടില്ല. അപ്പൊ അതിലൊക്കെ ഒരു വലിയ സംശയം ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ ദേവസ്വം വിജിലൻസ് നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഈ പണത്തിന്റെയൊക്കെ സ്രോതസ്, ഉറവിടമൊക്കെ കണ്ടെത്താനുള്ള ശ്രമത്തിലേക്ക് കടക്കുകയാണ് നിലവിൽ ദേവസ്വം വിജിലൻസ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം. ഇല്ല, സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വലിയ വിവാദം ഒരു ഭാഗത്ത് ശബരിമലയുമായി ബന്ധപ്പെട്ട് നടക്കുമ്പോഴാണ് ഈ രീതിയിൽ വലിയ സാമ്പത്തിക ഇടപാടുകൾ നടന്നുവെന്ന വിവരം വരുന്നത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.